ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട് സ്റ്റൈലിലൊരു കത്തിരിക്ക കുഴമ്പ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടാലോ. അതിനായി കത്തിരിക്ക ഇതുപോലെ കീറി അതിൽ പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് കത്തിരിക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ചുരുങ്ങി വരുന്ന സമയമാകുമ്പോൾ അത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ജീരകം, ഒരു തുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ചൂടാറിയിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അതേ ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവ ചേർത്തൊന്ന് മൂപ്പിച്ച ശേഷം 2 കൈപ്പിടി ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് പൊടി കരിയാത്ത വിധം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കറിക്ക് ആവശ്യമായ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കത്തിരിക്കയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കത്തിരിക്കയിൽ ആ ഉപ്പും അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന സമയമാകുമ്പോൾ ഓഫാക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്